ഹലോ, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മാങ്ങ പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാങ്ങ പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഒരു 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം വളരെ കുറച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതൊന്ന് ഒരു 1-2 മിനിറ്റ് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ തിളച്ച് വരുമ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഉലുവയും കടുകും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഇത് വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞാൽ നമ്മുടെ കറി കയ്പ്പ് രസമാണ് ഉണ്ടാവുക. ഇനി നമ്മൾ 2 മീഡിയം സൈസിലുള്ള പച്ചമാങ്ങയാണ് എടുത്തത്. അത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൊലിയൊന്നും കട്ട് ചെയ്തിട്ടില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ ഞാനിതൊന്ന് മാങ്ങയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു ചോറിന് നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.